ആ ജിന്നുകളെ കൊണ്ട് സുലൈമാൻ നബി പണിയെടുപ്പിച്ചിരുന്നു. അപ്പൊ അധീനമാക്കി കൊടുത്തിട്ടല്ലേന്നാ. അപ്പൊ ജിന്നാണല്ലോ, സംഗതി മനുഷ്യനായില്ലല്ലോ. അധീനപ്പെടുത്തിയത് കൊണ്ട് മനുഷ്യനല്ലാതാകുന്നില്ല. ജിന്നായ രൂപത്തിൽ തന്നെ സുലൈമാൻ നബിയുടെ മുന്നിൽ ജിന്ന് വന്നിരുന്നു. ഇഫ്രീത്ത് അടക്കമുള്ളവരുണ്ട്. മഹാനായ സുലൈമാൻ നബി അലൈഹി സ്വലാം അവരെ കൊണ്ട് പണിയെടുപ്പിക്കുന്നു. അവര് പണിയെടുക്കുന്നു. സുലൈമാൻ നബി അവരുമായി സംസാരിക്കുന്നു. അത് ശിർക്കല്ല, അത് ശിർക്കാണെന്ന് പറയുക സാധ്യമല്ല. ഇനി ആ രൂപത്തിൽ ആരെങ്കിലും പറഞ്ഞെങ്കിൽ അത് ഖുർആനിന് വിരുദ്ധമാണ്. എന്നാൽ ഒരു കാര്യം നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് മനസ്സിലാക്കിക്കൊള്ളണം. ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടായി, അയാളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥന ഉയരുന്ന സന്ദർഭമുണ്ടായി എങ്കിൽ ആ സന്ദർഭത്തിൽ ജിന്നെ രക്ഷിക്കണേ, ജിന്നെ സഹായിക്കണേ, ജിന്നെ എന്നെ രക്ഷിക്കണേ, എന്റെ പാപം പുറത്തു തരണേ, എന്റെ പ്രയാസം നീക്കി തരണേ, ജിന്നെ എനിക്ക് സന്താനങ്ങളെ തരണേ എന്നിങ്ങനെ ചോദിച്ചാൽ അത് ശിർക്കാണ്, അത് കൊടും പാപമാണ്. അതിനെക്കുറിച്ചാണ് ഖുർആൻ പറഞ്ഞത്, ഇൻ തദ്ഉഹും. പ്രാർത്ഥനയുടെ ഏതെങ്കിലും ഒരു ഘട്ടം, ആ ഘട്ടം ജിന്നുകളുമായി ബന്ധപ്പെടുന്ന വിഷയത്തിൽ വന്നുപോയാൽ ഒരിക്കലും നിങ്ങൾ അവരോട് ദുആ ചെയ്താൽ ലാ യസ്മഉ ദുആഅക്കും, നിങ്ങളുടെ പ്രാർത്ഥന ജിന്നായാലും മലക്കായാലും പ്രവാചകന്മാരായാലും ആരായാലും അവർ കേൾക്കുകയില്ല. വലൗ സമിഉ, ഇനി കേൾക്കുമെന്ന് സങ്കല്പിച്ചാൽ തന്നെ മസ്തജാബു ലക്കും, അവർ നിങ്ങൾക്ക് ഉത്തരം തരില്ല. അത് ജിന്നാണെങ്കിലും മലക്കാണെങ്കിലും മനുഷ്യരാണെങ്കിലും അമ്പിയാക്കന്മാരാണെങ്കിലും ആരാണെങ്കിലും ആ പ്രാർത്ഥന അവരിലേക്ക് തിരിച്ചാൽ ഒരിക്കലും ഉത്തരം തരില്ല. അപ്പൊ നാം പറഞ്ഞു വന്നത്, ഒരിക്കലും ജിന്നിനോട് പ്രാർത്ഥിക്കുക എന്നത് പാടില്ല. പ്രാർത്ഥനാഭാവമുള്ള ഒരു തീട്ടവും ജിന്നിനോടല്ല, മലക്കിനോടല്ല, മനുഷ്യരോടല്ല, ഒരാളോടും പാടില്ല. അങ്ങനെ ചെയ്താൽ അത് ശിർക്കാണ്. അങ്ങനെ പ്രാർത്ഥിച്ചാൽ ആരും ഉത്തരം തരില്ല. ജിന്ന് തരില്ല, മലക്ക് തരില്ല, അതുപോലെ തന്നെ മനുഷ്യൻ തരില്ല, പ്രവാചകന്മാർ തരില്ല, ആരും തരില്ല. ഇത് ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കണം. യഥാർത്ഥത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞത് സാക്ഷാൽ മടവൂരികളാണ്. ഇത് ഞാൻ പറയണമെന്ന് ചോദിച്ചാൽ അങ്ങനെ പ്രാർത്ഥിക്കാന്ന് പറയുന്നവരുണ്ട്. അത് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണ്ടേ. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥന പറ്റുള്ളൂ. ജിന്നിനെ ഞാൻ പറഞ്ഞു, അവരെ കീഴ്പ്പെടുത്തപ്പെട്ട് അല്ലെങ്കിൽ മുന്നിൽ വന്ന് നിന്ന് നമ്മളുമായി സംസാരിക്കുന്ന ഒരു ഘട്ടമുണ്ട്, നമ്മുടെ സാന്നിധ്യത്തിലെത്തുന്ന ഒരു ഘട്ടമുണ്ട്. അങ്ങനെ ഘട്ടം ഉണ്ടാകുമെങ്കിൽ അവരോട് സംസാരിക്കുന്നതുകൊണ്ട് തെറ്റൊന്നുമില്ല. അഭൗതികമായ മാർഗത്തിൽ ഒരാളോടും തേടാൻ പാടില്ല, ജിന്നിനോടും പാടില്ല. ആ അഭൗതികമായ മാർഗത്തിൽ ജിന്നിനോട് തേടിയാൽ ശിർക്കാണ്, കുഫ്റാണ്, യാതൊരുവിധ സംശയവുമില്ല. എന്നാൽ ഇവിടെ പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാല്, അപ്പോൾ വിഷയം വ്യക്തമാണ്. ഇവിടുന്ന് കഴിവിൽപ്പെട്ടത് പെടാത്തത് ഹാലിർ, ഹയ്യ്, ഖാദിർ എന്നൊക്കെ പറഞ്ഞാൽ അത് തെറ്റിദ്ധരിക്കാനും തെറ്റിദ്ധരിപ്പിക്കാനൊക്കെ ആളുണ്ടാവും. പക്ഷേ അവിടുന്ന് തന്നെ പറഞ്ഞു, നിങ്ങളെല്ലാം അത് കേട്ടു. അപ്പോ വിഷയം മനസ്സിലാക്കണം. കൂടുതൽ നീട്ടേണ്ടതില്ല, ചുരുക്കുകയാണ്. നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ടത് തെളിവുകളാണ്, പ്രമാണങ്ങളാണ്. ആ തെളിവുകളും പ്രമാണങ്ങളും അറബി വാചകങ്ങൾ വായിച്ച് സമയം കളയുന്നതിന് പകരമാണ് ഈ ഒരു എളുപ്പമാർഗം സ്വീകരിച്ചത്. ആർക്കും വീട്ടിലോ അല്ലാതെയോ വന്ന് ഈ തെളിവുകൾ പരിശോധിക്കാവുന്നതാണ് എന്ന് ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോ ഒരുപാട് കാലമായി എല്ലാത്തരം വിമർശകരും നമ്മളുടെ നേരെ ഉന്നയിച്ച വിമർശനങ്ങൾക്ക് ഒന്നിച്ച് മറുപടി നൽകിയതിനിടയിൽ പെട്ടെന്ന് ഒരു മാറ്റം സംഭവിക്കുന്നത് ശരിയാണോ, ന്യായമാണോ എന്ന് ചിന്തിക്കുക. ഒരു കാര്യം കൂടി പറഞ്ഞ് അവസാനിപ്പിക്കാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, നിങ്ങൾ നിങ്ങളുടെ വാപ്പയെ ചീത്ത പറയരുത്. നിഷ്കളങ്കരായ സഹാബിമാർ ചോദിച്ചു, ആരാ നബിയെ വാപ്പാനെ പറയാ? ഇന്ന് നമ്മളെ നാടുകളിൽ വാപ്പാനെ പറഞ്ഞവരൊക്കെ ഉണ്ട്, ഇല്ലേ? അള്ളാഹു നമ്മളെ നാവിന് നിയന്ത്രണം തരുമാറാകട്ടെ. പ്രസംഗിക്കുന്നവർ, എന്റെ മക്കളടക്കമുള്ളവരോടാണ് പറയുന്നത്, വളരെ ആലോചിച്ച് ഓരോ വാക്കും സൂക്ഷിച്ച് സംസാരിക്കുകയാണ് നമുക്ക് ആവശ്യമായിരിക്കും. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ സംസാരത്തിൽ പാളിച്ചകൾ വരാം. എന്റെ ഭാഗത്ത് വല്ല അപാകതയും വന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചൂണ്ടിക്കാണിക്കണം. അപ്പോ നിങ്ങളെ വാപ്പാനെ ചീത്ത പറയരുത്. അപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിശദീകരിച്ചു, നിങ്ങളുടെ സഹോദരന്റെ വാപ്പാനെ നിങ്ങൾ പറഞ്ഞാൽ അവൻ നിങ്ങളുടെ വാപ്പാനെ തിരിച്ചു പറയും. ഒന്ന്. രണ്ടാമത്തേത്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഒരാളെ നിങ്ങൾ കാഫിർ എന്ന് വിളിച്ചാൽ, ഒരാളിൽ കുഫർ ആരോപിച്ചാൽ, ആ കുഫർ അയാളിൽ ഇല്ലെങ്കിൽ ആ കുഫർ നിങ്ങളിലേക്ക് തിരിച്ചു വരും. സൂക്ഷിക്കുക. ഒരാൾ ശിർക്ക് ചെയ്തിട്ടുണ്ടോ ഇല്ലേ എന്ന് നമ്മൾ വ്യക്തമായി അന്വേഷിക്കണം. ഇല്ല എന്ന് നമ്മുടെ പണ്ഡിതന്മാർ പറഞ്ഞു, ഇനിയും നമുക്ക് അന്വേഷിക്കണം. അവസാനിപ്പിക്കേണ്ടതില്ല, ഇനിയും അവസാനിപ്പിക്കണം. ഇനിയും തുടർന്നു കൊണ്ടുപോകണം. ഇനിയും അന്വേഷിക്കണം. ഉണ്ട് എന്ന് ഉറപ്പ് കിട്ടിയാൽ നമുക്ക് അതിനെപ്പറ്റി കൈകാര്യം ചെയ്യണം. ഇല്ല എന്നാണെങ്കിൽ നമുക്ക് തൗബ ചെയ്യണം. ഒരാളല്ല, സംഘമാകുമ്പോൾ നമ്മളൊരു പ്രസ്ഥാനമാകുമ്പോൾ ഒരാളല്ലത് പറയുന്നത്, പിന്നെയോ ലക്ഷക്കണക്കിന് ആളുകളാണ്. അതുകൊണ്ട് ആ കുറ്റത്തിൽ നിന്ന് നമ്മുടെ പ്രസ്ഥാനത്തെ ഒഴിവാക്കാൻ വേണ്ടി ഈ
സംസാരത്തിൽ ഈ സ്റ്റേജിൽ വെച്ച് ഞാൻ പറയുന്നു, നമ്മൾ അങ്ങനെ പെട്ടെന്ന് ഒരാളെ ശിർക്ക് ആരോപിക്കരുത്. അബദ്ധമാണ്, അപകടമാണ്. ഈ വാക്കുകൾ ഇൻഷാ അല്ലാഹ് നമുക്ക് തെളിവായി എവിടെയെങ്കിലും ഒക്കെ ഉദ്ധരിക്കാം. അതുപോലുള്ള വാക്കുകൾ നമുക്ക് പറയണം. ഒന്നുമില്ല, നമുക്ക് ആരോടും പക്ഷപാതിത്വമില്ല, നമുക്ക് ആരോടും പകയില്ല, നമുക്ക് ആരോടും വിദ്വേഷമില്ല. നമുക്ക് ആര് എന്നതല്ല എന്ത് എന്നതാണ് വിഷയം. അതുകൊണ്ട് നമുക്കൊരു ഗ്രൂപ്പില്ല. അപ്പോ ഇഷ്ടമില്ലാത്ത പേരുകൾ വിളിക്കുമ്പോൾ ശ്രദ്ധിക്കണം. എല്ലാവർക്കും നാവുകളുണ്ട്, എല്ലാവർക്കും വാക്കുകൾ ഉപയോഗിക്കുവാൻ അറിയാമെന്ന്. അതിനാൽ നല്ല നിലക്ക് നമുക്ക് മുന്നോട്ട് പോകാം. അപ്പോ ജിന്നിനോട് ഇസ്തിഗാസ ചെയ്യാൻ പാടില്ല, അത് ശിർക്കാണ്. പ്രാർത്ഥിക്കാൻ പാടില്ല, അത് ശിർക്കാണ്. ദുആ ചെയ്യാൻ പാടില്ല, ശിർക്കാണ്. നേർച്ച ചെയ്യാൻ പാടില്ല, ശിർക്കാണ്. ജിന്നിന്റെ പേരിൽ ശപഥം ചെയ്യാൻ പാടില്ല, ശിർക്കാണ്. ജിന്നിന് വേണ്ടി അറുക്കാൻ പാടില്ല, ശിർക്കാണ്. ഇതാണ് അതിന്റെ വശം. അപ്പോ കഴിഞ്ഞ കാല പണ്ഡിതന്മാർ പറഞ്ഞതെന്താണെന്ന് നോക്കാതെ ആയത്തുകളെയും ഹദീസുകളെയും നേർക്ക് നേരെ വ്യാഖ്യാനിക്കുന്നത് ശരിയല്ല എന്ന് നമ്മളെല്ലാവരും മനസ്സിലാക്കേണ്ടതുണ്ട്. ശരി, നമ്മുടെ സമ്മേളനത്തിന്റെ സന്ദർഭങ്ങളാവുകയാണ്, ഒരുമിച്ച് മുന്നോട്ട് പോകേണ്ട സന്ദർഭങ്ങളാണ്. ഹജ്ജിന്റെ ദിവസങ്ങൾ സമാഗതമാകുന്നു. ഹജ്ജിന് പോകുന്ന സഹോദരങ്ങൾ പ്രത്യേകം പ്രാർത്ഥിക്കണം. തൗഹീദിന്റെ എല്ലാ മക്കളും, അള്ളാഹിനോട് മാത്രം ദുആയിരക്കുന്ന എല്ലാവരും, റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ നിരുപാധികം അനുസരിക്കുന്ന എല്ലാവരും, സലഫുസ് സാലിഹിന്റെ മൻഹജ് സ്വീകരിക്കുന്ന എല്ലാവരും ഒത്തൊരുമിച്ച് മാത്രം ഒരു സമ്മേളനം നടത്താൻ, ഇനിയുമുള്ള സമ്മേളനങ്ങൾ നടത്താൻ അള്ളാഹുവേ നീ തൗഫീഖ് നൽകുമാറാകണേ എന്ന് നമ്മുടെ ചുങ്കത്തറ നജാത്തുൽ അനാം അറബിക് കോളേജും ഓർഫനേജും ഹിഫ്ള് കോളേജും ഭംഗിയായി നടക്കാൻ ആവശ്യമായ സഹായ സഹകരണം നിങ്ങൾ ചെയ്യണം. ഈ സ്ഥാപനത്തെ നിങ്ങൾ പരിഗണിക്കണം എന്ന് ഓർപ്പിക്കുന്നു. ഈ സമയം കുറച്ചധികമായി അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ എല്ലാവരെയും ഇരുലോകത്തും അനുഗ്രഹിക്കുമാറാകട്ടെ. ഖുർആനും സുന്നത്തും അനുസരിച്ച് ജീവിക്കുന്ന ഈമാനോടും തൗബയോടും കൂടി മരിക്കുന്ന മുഅ്മിനുകളിൽ അല്ലാഹുവേ ഞങ്ങൾ ഉൾപ്പെടുത്തുമാറാകണം. നമ്മുടെ പ്രധാനപ്പെട്ട നേതാവും ജനറൽ സെക്രട്ടറിയുമായ എ പി അബ്ദുൽ ഖാദർ മൗലവി സുഖമില്ലാതെ കിടക്കുന്നു. അല്ലാഹുവേ ശിഫ നൽകുമാറാകണേ. പടച്ചവനെ മരിച്ചുപോയ സത്യവിശ്വാസികൾക്ക് മൗഫറത്തും റഹ്മത്തും നൽകി അനുഗ്രഹിക്കണേ. മക്കളില്ലാത്ത ദമ്പതികൾക്ക് അല്ലാഹുവേ മക്കളെ കൊടുക്കുമാറാകണേ. അല്ലാഹുവേ ഞങ്ങൾ പാപികളാണ്, പൊറുത്തുമാറാകണേ. പാവങ്ങളാണ്, ഞങ്ങൾക്ക് നീ ശക്തി പകരണേ. പടച്ചവനെ ധർമ്മവും അധർമ്മവും സത്യവും അസത്യവും ന്യായവും അന്യായവും തൂക്കി നോക്കപ്പെടുന്ന പരലോക നാളിൽ അല്ലാഹുവേ സത്യത്തിന് ന്യായത്തിന് നീതിക്ക് നിലകൊള്ളുന്ന നല്ലവരായ ആളുകളിൽ ഞങ്ങൾ നീ ഉൾപ്പെടുത്തുമാറാകണേ. അല്ലാഹുവേ നിർഭയം സധീരം സത്യം വെട്ടി തുറന്ന് പറയുവാൻ തൗഫീഖ് നൽകുമാറാകണേ. നാഥ, തെറ്റിദ്ധരിക്കപ്പെടുന്നതിൽ നിന്ന് തെറ്റിദ്ധരിപ്പിക്കുന്നതിൽ നിന്ന് അല്ലാഹുവേ ഞങ്ങളെ രക്ഷപ്പെടുത്തുമാറാകണേ. റബ്ബനാ അതിനാ ഫിദ്ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനത വഖിനാ അദാബന്നാർ വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസല്ലല്ലാഹു അലാ ഖത്തമിൽ അംബിയാ വൽ മുർസലീൻ. അസ്സലാമു അലൈക്കും.